കൃഷി ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൺഡ്രോപ്പ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ്. ഇത് നമ്മൾ തൃശ്ശൂരുള്ള ഡിബിൻ്റെ ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത്. നമുക്കൊരു പഴുത്ത സൺഡ്രോപ്പ് ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറെന്ന് പറയുന്ന മഞ്ഞ കലർന്നിട്ടുള്ള ഒരു ഓറഞ്ച് നിറമാണ് കേട്ടോ. ആരെയും ആകർഷിക്കാൻ പോകുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ടാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നടാം, ഡ്രമ്മിലൊക്കെ നടാം. ഒരുപാട് ഹൈറ്റിൽ പോകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള വെള്ള പൂക്കളാണ്. പൂ വിരിഞ്ഞ് കായായി വരുമ്പോൾ പച്ച നിറമായിരിക്കും. പിന്നീടാണ് പഴുത്ത് വരുമ്പോൾ ഓറഞ്ച്, ഒരു യെല്ലോ ഓറഞ്ച് കളറിലേക്ക് മാറുന്നത്. അരസാബോയ് എന്ന് പറയുന്ന പഴവർഗ്ഗ ചെടിയുടെ ഇനത്തിൽപ്പെട്ട ഒന്നാണ് ഈ സൺഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് പ്ലാന്റും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനാണെങ്കിൽ അത്യാവശ്യം പുളിയുള്ളതാണ് ഈ സൺഡ്രോപ്പ് ആണെങ്കിലും അരസാബോയ് ആണെങ്കിലും. പക്ഷേ അരസാബോയേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് നമ്മുടെ ഈ സൺഡ്രോപ്പ് എന്നാണ് പറയുക. പക്ഷേ ഇത് ജ്യൂസാക്കി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പഴം കൊണ്ട് നമുക്ക് 7-8 ഗ്ലാസ് ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം. ഞങ്ങളൊക്കെ ജ്യൂസ് കുടിച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിൽ നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഓറഞ്ചിലുള്ളതിനേക്കാളും ഇരട്ടി അളവിൽ വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് വളരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഒരു മീഡിയം സൺലൈറ്റിലൊക്കെ ഇത് വളർത്താൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഒരു ബ്രസീലിയൻ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക സീസണിലല്ല കായ്ക്കുന്നത്. നമുക്ക് വർഷത്തിൽ പല പ്രാവശ്യം കായ്കൾ കിട്ടും. നന്നായിട്ട് പഴുത്തതിന് ശേഷം വേണം നമ്മൾ പറിച്ച് വയ്ക്കാനായിട്ട്, പറിച്ച് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഉപയോഗിക്കാൻ. പച്ചയാകുമ്പോൾ തന്നെ പറിച്ചു കഴിഞ്ഞാൽ പുളി കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഒരു ഫ്രൂട്ട് പ്ലാന്റിന് നമുക്ക് ജൈവവളങ്ങൾ എല്ലാം തന്നെ ഉപയോഗിക്കാം. ചട്ടിയിലൊക്കെ വളർത്തുമ്പോൾ നമ്മളൊരു 30 ദിവസത്തെ അല്ലെങ്കിൽ 20 ദിവസത്തെ ഇടവേളയിലൊക്കെ വളം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചാണകമൊക്കെ നമ്മൾ പുളിപ്പിച്ചിട്ട് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതൊക്കെ നമുക്ക് ഒരു 20 ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ നന്നായിട്ട് വളരാനും കായ്കളുണ്ടാകാനും ഒക്കെ സഹായിക്കും. സംഭവം കൊള്ളാമല്ലേ? അഭിപ്രായം പറയൂ കുടിച്ചവരൊക്കെ. അടിപൊളിയാണ് കേട്ടോ. ഒരു തേനിന്റെ ടേസ്റ്റ് ഉണ്ട്. തേനൊക്കെ ചേർത്തോ ഇവര്? ഇല്ലല്ലേ? അത് പ്രൂൺ ചെയ്തതാണോ? എന്നാലും അതിന് നല്ല ഹൈറ്റ് ഉണ്ടല്ലേ? ഹൈറ്റും ഇലയ്ക്കും വ്യത്യാസമുണ്ട്. അതല്ലേ, വേറെ വെറൈറ്റി ആണോ? വേറെ വെറൈറ്റി ആണ്. അരസാബോയ് ആണ്. ഇതിപ്പോ 100 ലിറ്റർ ഉള്ള പാത്രം. അത്രത്തോളം അതിന്റെ ഫ്ലവറും ഫ്ലവർ ആയിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിന് ഒരു പുഴുക്കേടിന്റെ ഇതും ഉണ്ട്. നമ്മളിപ്പോ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഇത് പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലം. നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു, കായ പിടിച്ചില്ല. ആദ്യത്തെ തവണ ഫ്ലവർ ചെയ്തത്. ഇത് ഓൾ സീസൺ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ അരസാബോയ് അല്ലെങ്കിൽ സൺഡ്രോപ്പ് പ്ലാന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത് നിർത്തിയതാണ് മിറാക്കിൾ ഫ്രൂട്ട്. അത് കൊള്ളാം കേട്ടോ. കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ നിർത്തിയപ്പോൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.